Watch full episodes on Jio Hotstar. ബോംബുണ്ട് കണ്ടില്ലേ? ബോംബിൽ നിന്നും പുക വരുന്നത് കണ്ടില്ലേ? ഇതിപ്പോ പൊട്ടുമെന്നാണ് തോന്നുന്നത്. എല്ലാരും ഓടിക്കോളൂ. ലഡ്ഡു സിംഗ് സാറേ, വേദാസ് ബാങ്കിൽ ബോംബ് പൊട്ടാൻ പോകുന്നു. ഒന്ന് വേഗം വരൂ. യു ഡോണ്ട് വറി, ഞാൻ ഇപ്പൊ തന്നെ വന്നോളാം. ശിവ, വേദാസ് ബാങ്കിൽ ബോംബ് വെച്ചിട്ടുണ്ട്. നീ അങ്ങോട്ട് ഒരിക്കലും പോകല്ലേ കേട്ടോ. അവിടെ ഭയങ്കര അപകടമാണ്. സാറേ, അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞത് അവൻ അങ്ങോട്ട് വരാൻ വേണ്ടിയല്ലേ? ഓഹോ, എടാ റാം, നീ പറഞ്ഞത് ശരിയാണ്. പക്ഷെ ശിവേനെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാ അങ്ങനെ പറഞ്ഞത്. ലഡ്ഡു സിംഗ് സാറേ, ഒന്ന് വേഗം വരൂ. എവിടെയാണ് ബോംബ് വെച്ചിരിക്കുന്നത്? ബോംബ് ബാങ്കിന്റെ അകത്താ. ആ പറയൂ, വേഗം പറയൂ. ബോംബ് എവിടെ വെച്ചിരിക്കുന്നത്? ബോംബ് എവിടെ വെച്ചിരിക്കുന്നെന്ന് വേഗം പറയാൻ. സാറേ, ബോംബ് ഇവിടെ ഉള്ളതെന്ന് അതെങ്ങനെ പറയാ? നമ്മളല്ലേ കണ്ടുപിടിക്കേണ്ടത്. ശരി ശരി, നമുക്ക് ഇപ്പൊ തന്നെ കണ്ടുപിടിക്കാം. ലഡ്ഡു സിംഗ് സാറേ, അങ്ങോട്ട് നോക്ക്. ബോംബിൽ നിന്ന് പുക വരുന്നത് കണ്ടില്ലേ? പക്ഷേ ഇപ്പൊ അത് കുറഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയ സ്മോക്ക് ബോംബിനെ കണ്ടിട്ടാണോ നിങ്ങൾ ഇങ്ങനെ പേടിക്കുന്നത്? നിങ്ങളിപ്പോ കണ്ടോ ഞാൻ ഈ ബോംബിനെ എങ്ങനെ ഡിഫ്യൂസ് ചെയ്യാൻ പോണെന്ന്? ദൂരെ ഏതെങ്കിലും ഒരു കള്ളൻ ബോംബ് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ ആൾക്കാർ പറയും ബോംബ് വെക്കാൻ പാടില്ല എന്ന്. ലഡ്ഡു സിംഗ് സാറേ, കുഴപ്പമല്ലോ പറ്റിയോ? ബോംബ് ഡിഫ്യൂസ് ആയി പോയി. പക്ഷെ എന്റെ ഫ്യൂസ് ആണ് ഇപ്പൊ ഇളകി പോയത്. ഇനി പേടിക്കാനൊന്നുമില്ല. എല്ലാവരും അകത്തേക്ക് വരൂ. ലഡ്ഡു സിംഗ് സാറേ, എഴുന്നേറ്റാലും നിങ്ങൾ സേഫായി. നിങ്ങൾ ബോംബ് ഡിഫ്യൂസ് ചെയ്തത് വളരെ നന്നായി. എന്തായാലും നമ്മളെ രക്ഷപ്പെട്ടു. ലഡ്ഡു സിംഗ് സാറാ നമ്മളെ രക്ഷിച്ചത്. ലഡ്ഡു സിംഗ് സാറേ, ഇതെന്താ പറ്റിയത്? അല്ല, കള്ളനെ പിടിച്ചോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല ശിവ. ആരോ മനഃപൂർവ്വം ബോംബ് വെച്ചു. പക്ഷെ അത് തെറ്റായ സമയത്താ പൊട്ടിയത്. ഇപ്പൊ ആർക്കും ഒരു കുഴപ്പമില്ല. ഒന്ന് എല്ലാവരും ഇങ്ങോട്ട് വരൂ. ലോക്കറെല്ലാം കാലിയായി കിടക്കുന്നു. എല്ലാ പണവും കളവ് പോയല്ലോ. ഒന്നും ബാക്കി വെച്ചിട്ടില്ല കള്ളൻ. കമോൺ, ആരും ബാങ്കിൽ നിന്ന് പുറത്തേക്ക് പോകരുത്. എടാ റാം, ഓരോരുത്തരായിട്ട് ഇപ്പൊ തന്നെ ചെക്ക് ചെയ്തോളണം. വേഗം വന്നേ. സെക്യൂരിറ്റി, ഷട്ടർ താഴേക്കിട്. ലഡ്ഡു സിംഗ് സാറേ, ഞങ്ങൾ അകത്ത് വരുന്ന സമയത്ത് ഒരാള് പച്ച കളർ ബാഗ് ഇട്ടിട്ട് മൂളിപ്പാട്ടും പാടിയോണ്ട് സന്തോഷമായിട്ട് പോകുന്നത് കണ്ടു. അതായത് ബോംബ് ഉണ്ടെന്നുള്ള പേടി പോലും അയാളുടെ മുഖത്തില്ലായിരുന്നു. ചിലപ്പോ അയാളായിരിക്കാം കള്ളൻ. എന്ത്? അയാളുടെ കയ്യിൽ വലിയൊരു ബാഗ് ഉണ്ടായിരുന്നു? ശിവ, അവൻ തന്നെ ആയിരിക്കും കള്ളൻ. നീ ഇപ്പൊ തന്നെ അവന്റെ പുറകെ ചെല്ല്. ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. വേഗം ചെല്ല്. ഓക്കേ ലഡ്ഡു സിംഗ് സാർ. ആ ദേ പോകുന്നു പച്ച കളർ ബാഗുമായിട്ട്. അയാൾ തന്നെയായിരിക്കും കള്ളൻ.
എന്തു പറ്റി കുട്ടി? എന്തിനാണ് എന്റെ വഴി തടയുന്നത്? മാറി നിൽക്കൂ. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. നിങ്ങൾ മോഷിച്ച ബാഗ് മര്യാദയ്ക്ക് എനിക്ക് തന്നിട്ട് കൈ മുകളിൽ പൊക്കി നിൽക്കാൻ നോക്കൂ. അതായത് ലഡു സിംഗ് സാർ ഇപ്പൊ തന്നെ ഇവിടേക്ക് എത്തും. നീ എന്റെ അടുത്ത് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി വരികയാണല്ലേ? എന്നാ വന്നോ വന്നോ. എന്റെ പേര് ക്ലെവർ തീഫ് എന്നാണ്. വളരെ വളരെ ക്ലെവർ ആണ് ഞാൻ. നിനക്കെന്നല്ല, ആർക്കും തന്നെ എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. മതിയാക്ക്, ഇനി എന്നെ തല്ലല്ലേ. ഒരു കുട്ടിയുടെ കയ്യിൽ നിന്നും ഇത്രയും അടി ഞാൻ ഒരിക്കലും വാങ്ങിച്ചിട്ടില്ല. ഞാൻ നിന്റെ മുമ്പിൽ സറണ്ടർ ചെയ്യുകയാണ്. ഇവനെ കണ്ണിൽ എന്താണാവോ സ്പ്രേ ചെയ്തത്? എന്തായാലും അവൻ അധിക ദൂരം പോയി കാണില്ല. നോക്കാം. എന്ത്? അവൻ പിന്നെയും വന്നെന്നോ? അയാൾ എങ്ങോട്ടാ പോയത്? ഹലോ കുട്ടി, എന്റെ പേര് ക്ലെവർ തീഫ് എന്നാണ്. വളരെ വളരെ ക്ലെവർ ആണ് ഞാൻ. എന്നെ ആർക്കും പിടിക്കാൻ കഴിയില്ല, ഒരിക്കലും പിടിക്കാൻ കഴിയില്ല. സോറി ശിവ, ഞങ്ങൾ ട്രാഫിക്കിൽ കുടുങ്ങിപ്പോയി. നിനക്ക് കുഴപ്പമില്ലല്ലോ? ഇല്ല, കുഴപ്പമില്ല. പക്ഷെ ആ കള്ളൻ ഓടിക്കളഞ്ഞു. ഓഹോ, എന്റെ മുഖം കാണാൻ ഒരു കാശിന് കൊള്ളില്ലല്ലോ. ആ കുട്ടിയാണ് ഇതിനെല്ലാത്തിനും കാരണക്കാരൻ. പറയുമ്പോ വളരെ ക്ലെവർ തീഫാണെന്നൊക്കെ പറയും, എന്നിട്ടൊരു കുട്ടിയുടെ കയ്യിൽ നിന്ന് അടി വാങ്ങിച്ചു. ആ കുട്ടി ഒരു പ്രാവശ്യമേ എന്നെ തല്ലിയുള്ളെങ്കിലും സാരമില്ല. ഇനി അവൻ എന്നിൽ നിന്നും രക്ഷപ്പെടില്ല. എനിക്ക് മനസ്സിലായി, അതെല്ലാം ചെയ്യുന്നത് അവന്റെ സൈക്കിളാണ്. എന്നാൽ ഇനി ആ സൈക്കിൾ തന്നെ അവനൊരു ശല്യമായി തീർന്നിരിക്കും. ഏതോ കള്ളൻ മോഷ്ടിക്കാൻ വേണ്ടി ഇവിടേക്ക് വന്നതാണ്. ഡോഗി കുളച്ച് ഒച്ച കേട്ടപ്പോ ഓടിയതായിരിക്കും. ഹലോ ഹലോ ശിവ, വേദാസ് ജനകല്യാൺ ബാങ്ക് കൊള്ളയടിച്ചിരിക്കുകയാണ്. ഇന്നലെ വന്ന അതേ കള്ളനാണ്. വേഗം വരൂ. നിങ്ങൾ ആരാ സംസാരിക്കുന്നത്? അതാരായിരുന്നു ശിവ? അറിയില്ല, പക്ഷെ അയാൾ എനിക്ക് ഇൻഫർമേഷൻ തന്നത് വേദാസ് ജനകല്യാൺ ബാങ്കിലും മോഷണം നടക്കുന്നെന്നാ. ആ
വരൂ വരൂ, ഇന്നെങ്കിലും എന്നെ പിടിക്കാൻ പറ്റുമോ നോക്കട്ടെ. ലഡ്ഡു സിംഗ് സാർ, ഇന്നലത്തെ കള്ളനെ പിടികിട്ടിട്ടുണ്ട്. ഒന്ന് വേഗം വരൂ. പുറകെ തന്നെ പോയിക്കൊള്ളാം, അവനെ വെറുതെ വിടരുതേ. ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വന്നോളാം. ഓഹോ, ഈ വിങ്സിന് എന്താ പറ്റിയത്? ഇനി നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല ശിവ. ശിവ, ബൈ ബൈ ശിവ. ഓഹോ, ഈ സൈക്കിൾ എന്താ പറ്റിയത്? ഓഹോ, ഇവൻ വീണ്ടും രക്ഷപ്പെട്ട് കളഞ്ഞല്ലോ. well done, ശിവ, well done. സാരമില്ല ശിവ, എനിക്ക് ചെറിയൊരു തെറ്റ് പറ്റിപ്പോയി. അല്ലായിരുന്നെങ്കിൽ നീ താഴെ വീഴുന്ന ഉടനെ തന്നെ മുകളിലേക്ക് പോയേനെ. അതെ ശിവ, നീ ലാൻഡ് ചെയ്യുന്നത് ഞങ്ങളെല്ലാരും ഇവിടുന്ന് കണ്ടു. നീ ഒന്നിനെ കുറിച്ചും വിഷമിക്കണ്ട. ഞങ്ങൾ എല്ലാവരും കുറച്ച് സമയത്ത് തന്നെ അങ്ങ് താഴെ വന്നോളാം. ലഡ്ഡു സിംഗ് സാർ, എന്നെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. എന്റെ സൈക്കിൾ മുഴുവനായി ഡാമേജ് ആയി. അത് ശരിയാക്കി എടുക്കാൻ ഒരുപാട് സമയം എടുക്കും. ഓക്കെ ശിവ. സാറേ, ഈ രാത്രി ഇവിടെ കഴിയേണ്ടി വരുന്ന തോന്നുന്നത്. നിങ്ങൾ ആരും താഴോട്ട് വരണ്ട. ഈ അർദ്ധരാത്രിയിൽ വഴുതി എങ്ങാനും താഴെ വീണ ആകെ കുഴപ്പമാവും. ഇല്ല ശിവ, നീ അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ആ, ആ. പിള്ളേര് വന്നത് എന്നെ പിടിക്കാനായിരുന്നു. അവസാനം ഇപ്പോ അവര് തന്നെ പിടിക്കപ്പെട്ടില്ലേ. ശിവ, ശിവ, അങ്ങോട്ട് നോക്ക്. ഈ പിള്ളേര് വല്ലാത്ത ശല്യമായല്ലോ. നരികളെയും അവര് ഓടിച്ചു കളഞ്ഞു. ഇവർക്ക് വേറെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. എന്താ ചെയ്യുക? രാവിലെ വന്ന് നോക്കാം അല്ലേ? ഈ പയ്യൻ മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കില്ലല്ലോ. ഇവൻ എങ്ങനെയാ അവന്റെ സൈക്കിളും ശരിയാക്കിയത്? ലഡ്ഡു സിംഗ് സർ, നിങ്ങൾ മുകളിലേക്ക് വരൂ. ആ ക്ലെവർ തീഫിനെ ഞാനൊന്ന് നോക്കട്ടെ. ഓക്കെ ശിവ, ഞങ്ങളെല്ലാരും ഇപ്പൊ തന്നെ വന്നോളാം. മേടാറാം, വേഗം തയ്യാറായിക്കോ.
എനിക്ക് തോന്നുന്നത് അവൻ അകത്ത് തന്നെ കുടുങ്ങിയെന്നാണ്. നീ എങ്ങനെയാണ് പുറത്തേക്ക് വന്നത്? നിനക്കിപ്പോഴും സമയമുണ്ട്. വേണമെങ്കിൽ ഓടി രക്ഷപ്പെട്ടോളൂ. ഇതെന്റെ സ്ഥലമാണ്. ഇനി അതല്ല ഫൈറ്റ് ചെയ്തേ മതിയാവൂ എന്നാണെങ്കിൽ നിനക്ക് വരാം കുട്ടി. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ഇവൻ ഇപ്പോൾ പെട്ടുപോയി. എന്തു പറ്റി? മോളിലേക്ക് കേറി വരാൻ പറ്റുന്നില്ലേ കുട്ടി? ശിവ എന്നാണ് എന്റെ പേര്. ധൈര്യം ഉണ്ടെങ്കിൽ താഴോട്ട് പോ, ഫൈറ്റ് ചെയ്യാൻ നോക്ക്. അതിനെന്താ, ഞാൻ ഇപ്പൊ തന്നെ വരാമെന്ന്. കലക്കി ശിവ, അടിപൊളി. ഞാൻ സറണ്ടർ ചെയ്യാം പ്ലീസ്. കണ്ടല്ലോ ക്ലെവർ തീഫ്, ഞാനിപ്പോ നിന്നെ തോൽപ്പിച്ചത് കണ്ടില്ലേ? ഈ ലഡ്ഡു സിംഗിനെ ജയിക്കാന്ന് വെച്ച അത്ര നിസ്സാരമുള്ള കാര്യമല്ല. എന്തായാലും ഇവര് രണ്ടുപേരും എന്നെ പിടിച്ചത് നന്നായി. അല്ലെങ്കിൽ നിന്റെ അവസ്ഥ ഇപ്പൊ എന്തായിരിക്കും ആർക്കും പറയാൻ കഴിയില്ല. Watch India's largest kids library only on Jio Hotstar. Download the app now.